ഹായ്, എല്ലാവർക്കും മിനു മോഹൻ PSC ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരത്തിലേക്ക് നമുക്ക് കിടക്കാം. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ റോബർട്ട് ക്ലൈവ്. റോബർട്ട് ക്ലൈവ് ആണ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ. ബംഗാളിലെ അവസാനത്തെ ഗവർണർ ജനറൽ വാറൻ ഹോസ്റ്റിംഗ്. വാറൻ ഹോസ്റ്റിംഗ് ആണ് ബംഗാളിൽ അവസാനത്തെ ഗവർണർ ജനറൽ. ആദ്യത്തേത് റോബർട്ട് ക്ലൈവും രണ്ടാമത്തേത് വാറൻ ഹോസ്റ്റിംഗുമാണ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹോസ്റ്റിംഗ് ആണ് ആദ്യത്തെ ഗവർണർ ജനറൽ. വാറൻ ഹോസ്റ്റിംഗ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെൻറ്റിക്. വില്യം ബെൻറ്റിക് ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ കാനിങ് പ്രഭു. കാനിങ് പ്രഭു ആണ് അവസാനത്തെ ഗവർണർ ജനറൽ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വില്യം ബെൻറ്റിക്കും ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ കാനിങ് പ്രഭുവും ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരാണ്? കാനിങ് പ്രഭു. വൈസ്രോയി ആരാണ്? കാനിങ് പ്രഭു ആണ്. ഇവർ ഗവർണർ ജനറൽ. വൈസ്രോയി, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരാണ്? ലൂയി മൗണ്ട് ബാറ്റൻ. ലൂയി മൗണ്ട് ബാറ്റൻ ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? ലൂയി മൗണ്ട് ബാറ്റൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ലൂയിസ് മൗണ്ട് ബാറ്റൻ. ലൂയിസ് മൗണ്ട് ബാറ്റൻ ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആരാണ്? സി രാജഗോപാല ആചാരി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി. ഇന്ത്യക്കാരനായ ഒരേ ഒരു ഗവർണർ ജനറലാണ് സി രാജഗോപാല ആചാരി. ഇന്ത്യക്കാരനായ ഒരേ ഒരു ഗവർണർ ജനറലാണ് സി രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ്? സി രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ സി രാജഗോപാല ആചാരി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC പരീക്ഷകളിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു വരുന്ന ചോദ്യോത്തരങ്ങളാണ്. നമുക്കൊന്നുകൂടെ നോക്കാം. ബംഗാളിൽ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? റോബർട്ട് ക്ലൈവ്. ബംഗാളിൽ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹോസ്റ്റിംഗ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹോസ്റ്റിംഗ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആണ് വില്യം ബെൻറ്റിക്. വില്യം ബെൻറ്റിക് ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ലൂയി മൗണ്ട് ബാറ്റൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ലൂയി മൗണ്ട് ബാറ്റൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി. ഇന്ത്യക്കാരനായ ഒരേ ഒരു ഗവർണർ ജനറൽ ആരാണ്? സി രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലാണ് സി രാജഗോപാല ആചാരി. റയട്ട് വാരി സമ്പ്രദായം കൊണ്ടുവന്നപ്പോഴത്തെ ബംഗാൾ ഗവർണർ ജനറൽ ആരായിരുന്നു? റയട്ട് വാരി സമ്പ്രദായം കൊണ്ടുവന്നപ്പോൾ ബംഗാളിലെ ഗവർണർ ജനറൽ ആരായിരുന്നു?
ഹോസ്റ്റിങ്സ് പ്രഭു. മദ്രാസ് റൈറ്റ്വാരി സിസ്റ്റം കൊണ്ടുവന്ന ഗവർണർ ജനറൽ. മദ്രാസ് റൈറ്റ്വാരി സിസ്റ്റം കൊണ്ടുവന്നത് ആരാണ്? തോമസ് മൺട്രേ. റൈറ്റ്വാരി സമ്പ്രദായം കൊണ്ടുവന്നത് ഹോസ്റ്റിങ്സ് പ്രഭുവും മദ്രാസിൽ റൈറ്റ്വാരി സിസ്റ്റം കൊണ്ടുവന്നത് ആരാണ്? മദ്രാസിൽ കൊണ്ടുവന്നത് ആരാണ്? തോമസ് മൺട്രേ 1820. തോമസ് മൺട്രേ 1820 ആണ് മദ്രാസിൽ റൈറ്റ്വാരി സിസ്റ്റം കൊണ്ടുവന്നത്. സതി നിരോധിച്ച ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെൻഡിക്. സതി നിരോധിച്ച ആരാണ്? വില്യം ബെൻഡിക് 1829 സതി നിരോധിച്ചു. ഉദാര മനസ്കനായ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് വില്യം ബെൻഡിക്. ഉദാര മനസ്കനായ ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെൻഡിക്. ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് ആരാണ്? വില്യം ബെൻഡിക്. ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് വില്യം ബെൻഡിക്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ ശില്പി മെക്കലെ പ്രഭു ആണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ ശില്പി. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ ശില്പി മെക്കലെ പ്രഭു. ലിബറേറ്റർ ഓഫ് പ്രസ് എന്നറിയപ്പെടുന്നത് ചാൾസ് മൈറ്റ്കാഫ്. ലിബറേറ്റർ ഓഫ് പ്രസ് എന്ന് അറിയപ്പെടുന്നത് ചാൾസ് മൈറ്റ്കാഫ്. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കായി വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ച ഗവർണർ ജനറൽ. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കായി വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത്. വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് ആരാണ്? വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് ആരാണ്? നിയമിച്ച ഗവർണർ ജനറലാണ് ഡൽഹൌസിയാണ് വുഡ് വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ് ഡെസ്പാച്ച്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? വുഡ്സ് ഡെസ്പാച്ച് 1854. Thank you.